ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ടെസ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഗോപ്രോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റിൽ. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണം. അതിൻ്റെ സെറ്റിങ്സ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഒരു മിനിറ്റ്, ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ എറണാകുളം വരെ ഒന്ന് പോവാണ്. വണ്ടിയിൽ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം വരെ ഒന്ന് പോയി. അവിടെ റോഡ് ബോങ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി 2 ഹാൻഡിൽ ഗാർഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും ഫിറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു ഫോഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിലൊരു ബോബോയുടെ ആക്ഷൻ ക്യാമറ ഉണ്ട്. അതും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. നട്ടുച്ചയ്ക്കാണ് പോകുന്നത്. നല്ല ചൂടുണ്ട്. മാസ്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് എത്രത്തോളം റെക്കോർഡാണെന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല വോയിസ്. നമുക്ക് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് മോഡിഫിക്കേഷൻ കൂടെ കഴിഞ്ഞ് ഇറക്കുവാണെങ്കിൽ വണ്ടി ഒന്ന് കുറച്ചും കൂടെ സെറ്റാവും. ഇപ്പോൾ ഓൾറെഡി സെറ്റാണ്. രാവിലെ ബജാജിൻ്റെ സർവീസ് സെൻറ്ററിലൊന്ന് പോയതേ ഉള്ളൂ. ഹാൻഡിലിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് ഇഷ്യൂ അവന്മാർ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ചെക്ക് ചെയ്യണം. ജൂൺ മാസമായിട്ട് മഴയൊന്നുമില്ലല്ലോ. ഒടുക്കത്തെ ചൂടാണ്. പോരാത്തതിന് കറുത്തൊരു ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ചൂടടിച്ചിട്ടൊരു രക്ഷയില്ല. എല്ലാം റെക്കോർഡാവുന്നുണ്ടോ എന്തോ. റെക്കോർഡായാൽ കൊള്ളാം. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടിരുന്ന് മൗണ്ടൊക്കെ പിടിപ്പിച്ചതാണ്. മൈക്ക് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരം ചെക്ക് ചെയ്ത് നോക്കണം. കേസ് നമ്മൾക്ക് അടുത്തിരുത്തി എത്തിരിക്കുകയാണ്. സമയം 1:05. അത്യാവശ്യം ദാഹിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും നിർത്തിച്ചൊരു വെള്ളം കുടിക്കണം. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ബേക്കറികളിൽ ഇരുത്തി ഫുഡ് കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്തോ. വീക്കെൻഡ് മാത്രമേ ലോക്ക്ഡൗൺ ഉള്ളതെന്നാണ് ഇതുവരെ. അപ്പോൾ ഇന്നിപ്പം വീക്ക് ഡേയ്സ് ചെക്കിങ് കാണാൻ ചാൻസ് കുറവാണ്. ഇപ്പം എന്തായാലും ചോദിച്ചാലും നമ്മളൊരാവശ്യത്തിന് പോകുന്നതാണ്. അപ്പം പിന്നെ കുഴപ്പമില്ല. മൂവാറ്റുപുഴയാറാണ്. കുറച്ച് ലേറ്റായി പോയി ക്യാമറ ഓൺ ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടി കാണും. അടിപൊളി. അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ട് റൈഡിന് പോകാനൊരു പ്രത്യേക സുഖമാണ്. മൊത്തം പച്ചപ്പരിയും. അതിപ്പോൾ പാടായാലും കാടായാലും രണ്ടും അടിപൊളിയാണ്. ശ്രദ്ധിച്ചില്ല. ആ വണ്ടി കുറച്ച് സ്ലോ ആയിരുന്നു.
ഞാൻ ഈ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിം റേറ്റൊക്കെ കറക്റ്റാണോ എന്തോ. യൂട്യൂബിനകത്തൊക്കെ നോക്കിയാണ് പഠിച്ചത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. സമയം 1:40. നമ്മൾ തൃപ്പൂണിത്തുറ എത്തി. സോ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഷോപ്പിലെത്തുമെന്ന് വിചാരിക്കുന്നു. ഫ്ലൈറ്റിൽ എത്താറാകുമ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് ഇടണം. എനിക്ക് കറക്റ്റ് റൂട്ട് അറിയത്തില്ല. ചൂടെടുത്തിട്ടൊരു രക്ഷയില്ല. നല്ല ചൂട്. മിക്കവാറും ഇന്ന് വൈകുന്നേരം നല്ല അടിപൊളി മഴയായിരിക്കും. എന്നാലും ജൂൺ മാസത്തിലൊക്കെ ഇതുപോലെ ചൂട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വണ്ടിയുടെ ചൂടടിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വണ്ടിയുടെ ചൂടടിക്കുന്നുണ്ട്. ഞാൻ ഷൂ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഫാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കാലയിലേക്ക് നൈസായിട്ട് ചൂടടിക്കുന്നുണ്ട് എൻജിൻ്റെ സൈഡിൽ നിന്ന്. അങ്ങനെ കുഴപ്പമില്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വലിയ സീനില്ല. അവിടെ 2 മിനിറ്റ് നിർത്തുമ്പോഴാണ് പ്രശ്നം. അതൊരു ബ്രേക്കിംഗ് ആയിരുന്നു. എൻ്റെ ചെറുതായിട്ടൊന്ന് ചങ്കൊന്ന് പാളി. ആരാണ്ട് ക്രോസ് ചെയ്യാൻ നോക്കിയത്. ഇതുപോലുള്ള സിറ്റുവേഷനാണ് ABSൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ABS ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്കിഡ് ആയനെ അവിടെ. നമ്മൾ അതുപോലെ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ABS ഉള്ളതുകൊണ്ട് സ്കിഡായില്ല. ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത്? മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഏരിയ കൂടെയൊക്കെ ഒന്ന് വരുന്നത്. അവസാനം വന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജനുവരിയിലോ മറ്റോ ആണ് എറണാകുളം വന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. തൃപ്പൂണിത്തുറ എത്തി. വൈറ്റിലോ അടുത്തോട്ട് മറന്നു. ഇപ്പോൾ മെട്രോ പണിയൊക്കെ എന്തായോ തൃപ്പൂണിത്തുറ വരെയൊക്കെ എത്താറായെന്ന് കഴിഞ്ഞ ദിവസം മെട്രോയുടെ ഒഫീഷ്യൽ FB പേജിൽ കണ്ടായിരുന്നു. അവിടെ ഉണ്ടല്ലോ. ഇത്രയൊക്കെ പണി കഴിഞ്ഞു കേട്ടോ. കാക്കനാട് വരെ എത്തിക്കിട്ടിയാൽ പൊളിച്ച്. പേട്ട സമയം 1:50 ആവുന്നു. വിചാരിച്ച പോലെ ഓൾമോസ്റ്റ് ഓൺ ടൈം കൊച്ചി എത്താറായി. വൈറ്റിലെത്തിയിട്ട് ഗൂഗിൾ മാപ്പ് ഇടണം, അല്ലെങ്കിൽ ഞാൻ വിട്ടു. മാപ്പ് ഇട്ടിട്ടുണ്ട്. 1.7 കിലോമീറ്റർ 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു 1:55 നമ്മൾ 1:55 ആകുമ്പോൾ ഷോപ്പിൽ ചെല്ലും.
അവിടെ ഒരു ഷോപ്പുണ്ട്, മോട്ടോ ഹോക്ക്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളത്. അപ്പം മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പം ഇങ്ങോട്ട് വന്നത്, ഈ ഷോപ്പിലേക്ക്. ഇത് തന്നെ ഷോപ്പ്. അപ്പോൾ യൂ ടേൺ എടുക്കണം. ഹലോ ഗൈസ്, പരിപാടി കഴിഞ്ഞു. പോയ കാര്യം എല്ലാം നടന്നില്ല. ഹാൻഡ് ഗാർഡ് ഒഴിച്ച് ബാക്കി പരിപാടികളെല്ലാം സെറ്റാക്കി. മൊബൈൽ ഹോൾഡർ പിടിപ്പിച്ചു, ഫോഗ് ലാമ്പ് പിടിപ്പിച്ചു, എല്ലാം കൂടെ പിടിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഹാൻഡ് ഗാർഡ് വെക്കാൻ സ്ഥലമില്ല. സ്ഥലം തീർന്നു. ഇനിയിപ്പം ഏതെങ്കിലും ലിവർ പ്രൊട്ടക്ടർ മാത്രമായിട്ടുള്ളത് മേടിച്ച് വെക്കാമെന്ന് വിചാരിക്കണം. അതിനിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും. സോ നമ്മൾ തിരിച്ചു പോകുന്നത്, ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ വൈക്കം വഴി പോകാൻ വേണ്ടി തീരുമാനിച്ച്. നേരെ പൂത്തോട്ട വൈക്കം, അവിടുന്ന് പലപറമ്പ് ഏറ്റുമാനൂര്, കടുത്തുരുത്തി ഏറ്റുമാനൂര്. ഗോപ്രോയുടെ ബാറ്ററി ബാക്കപ്പ് വളരെ മോശമാണ്. ജസ്റ്റ് ഞാനൊന്ന് ബാറ്ററി മാറ്റിയിട്ട് 1 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഡൗട്ടാണ്. ഒരു 45 മിനിറ്റ്സ് മാക്സിമം. അങ്ങനെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അത് വെച്ച് 2 ബാറ്ററി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മളിപ്പം വൈക്കം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈക്കത്തിന് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും കുഴപ്പമില്ല. മീനച്ചിലാറാന്ന് തോന്നുന്നു. നമ്മൾ തലയാലപ്പുറം എത്തി കേട്ടോ. ഫൈനലി നമ്മൾ ഏറ്റുമാൻ റോഡിലേക്ക് കയറി. കോട്ടയം 32, അപ്പോൾ 20 കിലോമീറ്റർ ഏറ്റുമാനൂര്. ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇപ്പോൾ കുറച്ച് സമാധാനമായി. ചായയും കുടിച്ച് 2 മുളക് ബജിയും കഴിച്ച്. അടിപൊളി. കടുത്തുരുത്തി എത്തി. സമയം 6:50. വിചാരിച്ചിട്ടും കുറച്ച് ലേറ്റായി പോയി. സാരമില്ല.
ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഗോപ്രോയ്ക്കകത്ത് അത് നന്നായിട്ട് കിട്ടത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ചെങ്കിലും വെളിച്ചമുള്ള ഈ സമയത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയാം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എറണാകുളം വരെ പോയി തിരിച്ചു പോകുന്നൊരു വീഡിയോ ആണ്. പക്ഷേ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോപ്രോയുടെ സെറ്റിങ്സൊക്കെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.